ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രാപ്പോയി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാപ്പോയി NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്മിത സുരേഷ് സ്വാഗതം ആശംസിച്ചു. TM പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സലീം തേക്കാട്ട്, TV ജനാർദ്ദനൻ, അരുൺ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഷീജ SVV നന്ദി രേഖപ്പെടുത്തി. വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു നേടോ കണ്ട് ആ കുട്ടിയെ ഈ സ്കൂളിൽ മാറ്റണം എന്നായിരുന്നു ആ ലെറ്റർ. ആ അമ്മ ആ ലെറ്ററിലെ ഉള്ളടക്കം മറച്ചു വെച്ചുകൊണ്ട് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്. എൻകറേജ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് പറഞ്ഞു, മോന് അപാരമായ ബുദ്ധിയുണ്ട്, മോന് പഠിക്കാനുള്ള സാഹചര്യം ഈ സ്കൂളിലില്ല, ഈ സ്കൂളിലെ വിദ്യാഭ്യാസം കൊണ്ട് മോന് ഒന്നും നേടാൻ കഴിയില്ല, അതുകൊണ്ട് നിന്നെ ഉയർന്ന വിദ്യാലയത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞു. ആ പ്രചോദനം ആ കുട്ടിയിൽ പിന്നീട് അങ്ങോട്ട് ഉയരുകയും അദ്ദേഹം ലോകപ്രശസ്തനായ സയന്റിസ്റ്റായ തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പിൽക്കാലത്ത് അമ്മയുടെ മരണശേഷം വീട്ടിൽ പോയി അമ്മയുടെ മുറികളെല്ലാം പരിശോധിച്ചു നോക്കും. ഇതിലൂടെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വിഖ്യാത ശാസ്ത്ര സയന്റിസ്റ്റായി കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം 79-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കാനിടയായത്. അങ്ങനെ ഒരുപാട് കോൺഗ്രസിന്റെ നേതാക്കളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ. കാരണം ഈ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ബ്ലോക്കിലെ തന്നെ നിയോജകമണ്ഡലത്തിൽ ആദ്യത്തെ പരിപാടിയായിരിക്കും കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് എന്ന്. മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രാപ്പോയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു താങ്ങായി നിൽക്കുന്ന വാർഡാണ് എന്ന് വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. ജില്ലയിൽ തന്നെ മഹാത്മാഗാന്ധി കുടുംബസംഗമം വലിയ വിജയകരമായ ഒരു പരിപാടി ഇവിടെ നടത്തി. അതിനു മുമ്പ് ഒരു സമാപന പരിപാടി നടത്തി. ഏത് പരിപാടികൾ പറഞ്ഞാലും എത്ര സമയ ദൈർഘ്യക്കുറവുണ്ടെങ്കിലും അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഒരു നേതൃത്വ പാഠവും തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ഇന്നത്തെ അവസ്ഥയിൽ പഴയ കാലത്തെ ലോക നേതാക്കൾ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയിലെ പ്രഗത്ഭർ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് അവർ സ്വപ്നത്തിൽ പോലും എത്തിപ്പെടാൻ ആവാത്ത നിലകളിൽ എത്തിച്ചേർന്നു എന്നുള്ളത് അവരുടെ ദൃഢനിശ്ചയവും അർപ്പണ മനോഭാവവും അതുപോലെ തന്നെ അധ്വാനിക്കാനുള്ള ശേഷിയും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഭൗതിക സാഹചര്യങ്ങൾ ഏറെ അനുഭവിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയിലെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ച സ്കൂൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഠിച്ച സ്കൂളുകളും സാഹചര്യവും ഇന്നത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഉച്ചക്കഞ്ഞി പോയി ഒരു ഉപ്പുമാവിന് വേണ്ടി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ പോലുമുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ന് പൊതുവിദ്യാലയത്തിലാണെങ്കിലും വളരെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പോലും നല്ല ഭക്ഷണവും എല്ലാവിധ പരിഗണനകളും ലഭിക്കുന്ന ഒരു വലിയ സമൂഹമായി നാം വളർന്നു കഴിഞ്ഞു. അതിൻ്റെ ദൂഷ്യഫലങ്ങളും നാം അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കേരളത്തിലെ യുവാക്കൾ ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മാനുഷിക വിഭവശേഷിയാണ് നമുക്ക് ഇന്ത്യ ഈ കേരളത്തിൽ കയറ്റുമതി ചെയ്ത് ഇവിടെ ഇത്രമാത്രം
വിദേശ നാണയം ഇന്ത്യക്കും കേരളത്തിലും എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് നമ്മുടെ മികവ് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ ഇപ്പോഴത്തെ യുവതലമുറ സമീപ കാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. ആർഭാട ജീവിതവും രക്തബന്ധങ്ങൾ പോലുമില്ലാത്ത പെരുമാറ്റവും സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെ പോലും കൊല്ലുവാൻ ഒരു മടിയുമില്ലാത്ത ആളുകളായി മാറുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളൊക്കെ വളരെ കരുതലോടുകൂടി കാണണം, ജീവിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ടി വി ചന്ദ്രേട്ടനെ ക്ഷണിക്കുകയാണ്. പതിനഞ്ചാം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി കൊണ്ടും മാത്രമാണ് ഇതപ്രഥമമായി വേഗത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷം. ഇനി ആദ്യത്തെ അനുമോദനം ഏറ്റുവാങ്ങാൻ ആളെ വിളിക്കാം. ഏറ്റവും വലിയ ധനം ഒരു മനുഷ്യന് വിദ്യയാണ്. വിദ്യാധനം സർവധനാത്മ. മറ്റ് ലോകത്തിൽ നിന്നുള്ള എല്ലാ ധനങ്ങളും എല്ലാ അർത്ഥത്തിലും ഏത് സമയത്തും കൈവശം വരാം, കളവ് ചെയ്യപ്പെടാം. പക്ഷെ വിദ്യാധനം ഒരിക്കലും കളവ് ചെയ്യാൻ പറ്റില്ല. അത് കൊടുക്കുന്തോ വിദ്യാധനം സർവധനാത്മദാനം കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുന്തോറും ഏറിടും. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.